പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ഞാൻ വലിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതാണ്ട് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നുണ്ടോ നമ്മുടെ പുട്ട്. കേരളീയരുടെ വികാരമാണല്ലോ പൊറോട്ടയും ബീഫും അതുപോലെ പുട്ടും ഒക്കെ. ഇത് ക്യാരറ്റ് ഇട്ട പുട്ടാണ്. നമ്മൾ പുട്ടുപൊടി നമ്മൾ കുഴച്ചിട്ട് അതിനകത്ത് ഞാൻ ക്യാരറ്റും കൂടെ ചീവിയിട്ടു. കണ്ടോ, പുട്ടുപൊടി നനയ്ക്കുമ്പോൾ അത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വരണം. അതാണ് നല്ലതുപോലെ കുഴഞ്ഞതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു പുട്ടും ക്യാരറ്റ് പുട്ടും ഇതിൻ്റെ കൂടെ കടലക്കറിയുമാണ്. കടലക്കറി അതെ, വെള്ളക്കടലയല്ല, കറുത്ത കടലയാണ്. തേങ്ങ വറുത്തരച്ച് വെച്ചതാണ് നമ്മുടെ കടലക്കറി. ഒന്ന് കഴിക്കണം സാറേ, സൂപ്പർ ടേസ്റ്റാണ്. വായിലങ്ങോട്ട് വെച്ച് അലിഞ്ഞു പോകുന്ന സൈസ് പുട്ടാണ്. ഞാനിതിന് മുമ്പ് ഈ പുട്ടുപൊടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൂപ്പറാണ്. പുട്ട് കാണിച്ച് കണ്ടോ, നമ്മുടെ പുട്ട് കുറ്റി ഇതാണ് നമ്മുടെ ഗ്യാസിനകത്തൊക്കെ വയ്ക്കുന്ന, മനസ്സിലായോ? നമ്മൾ പണ്ട് ചിരട്ടപ്പുട്ടെന്നൊക്കെ പറയത്തില്ലേ, കണ്ടോ ചില്ല്. അതിനകത്ത് കുറച്ച് ഞാൻ ക്യാരറ്റ് ഇടാത്തതുണ്ട് കേട്ടോ, അതുകൊണ്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് അത്രയും ചിലപ്പോൾ വേണ്ടി വരത്തില്ല. അപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ക്യാരറ്റ് നമ്മൾ ആ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ചേർക്കുന്നതാണ് നമുക്ക് ടേസ്റ്റ്. ക്യാരറ്റൊക്കെ ചിരണ്ടിയതൊക്കെ നമ്മളെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. നമ്മൾ ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ടു പുട്ടുണ്ടാക്കാൻ നിങ്ങളെ ആരെയും പഠിപ്പിക്കേണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ കുഞ്ഞു പിള്ളേരുണ്ടല്ലോ, ഇപ്പോൾ പഠിച്ചു വരുന്ന മക്കൾ, അവർക്കൊക്കെ വേണമെങ്കിൽ ഇതൊരു പ്രയോജനമാവും. പുട്ട് കുഴയ്ക്കുന്ന ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം പുട്ട് കുഴയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാവൊക്കെ എടുത്ത് വെച്ച് അമുക്കിയൊന്നും വയ്ക്കരുത്. അമുക്കി വെച്ച് നമുക്ക് ആവി വരില്ല. പുട്ടിന് ആവി വന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടില്ലേ, അതുപോലെ ആയിപ്പോവും. പിന്നെ ഇന്ന് നാട്ടിലൊക്കെ എന്തൊക്കെയാണ് വിശേഷം? നാട്ടിലെ വിശേഷങ്ങൾ ഓരോന്നറിയുമ്പം മനുഷ്യന് ടെൻഷനാണേ. കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി അവർ കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി അവരുടെയൊക്കെ കുത്തുകൊണ്ടും വെട്ടുകൊണ്ടും പാവം രാപകല് കഷ്ടപ്പെട്ട മനുഷ്യരൊക്കെ, അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടു പോവുക എന്നൊക്കെ പറഞ്ഞ സങ്കടമാണ്. ഉണ്ടാരി തിളയ്ക്കുന്ന ഞങ്ങളുടെ നമ്മുടെ ആവി വയ്ക്കിട്ടാണ്. ആ ആവി തന്നെ ഈ ഊട്ട ഉണ്ടല്ലോ, ഇതിൻ്റെ ഊട്ട അത് ചെല്ലണം. കാണുന്നുണ്ടോ എന്ന് കാണാനുള്ള, അല്ലെങ്കിൽ ആവി പുറത്തോട്ട് പോകും. വേണ്ട, നമ്മുടെ അരി തിളയ്ക്കുന്നുണ്ട്. വെട്ടി തിളയ്ക്കുന്നു അരി, കണ്ടോ? ഇതെന്താ ഇങ്ങനെ പാത്രത്തിലിട്ടേക്കുന്നതെന്ന് വെച്ചാൽ, ഇതിവിടെ ഇപ്പോൾ ഉച്ചയായി, 1:30 ഇത് ചേച്ചിക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനാണ്. കേട്ടോ, കടലക്കറിയൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. 2 പുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടലക്കറി 2 പാത്രത്തിലാക്കിയത് 2 എടുത്തിട്ടേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് ചേച്ചിക്ക് വൈകിട്ടുള്ള ഫുഡാണിത്. എനിക്ക് ഇന്ന് രാവിലെ അപ്പോൾ ചിക്കൻ കറിയായിരുന്നു മക്കൾക്ക്. ഞങ്ങൾക്കിവിടെ നോയമ്പ് തുടങ്ങിയപ്പോൾ ചേച്ചിക്കും ഞങ്ങൾക്കൊക്കെ എനിക്ക് നോയമ്പാണ്. 25 ദിവസമേ ക്രിസ്മസിൻ്റെ നോയമ്പ്. കണ്ടോ, ഞങ്ങളുടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. ടാർ ഇട്ടിട്ടുണ്ട്, ഇനിയും കുറച്ചുകൂടെ ടാറൊക്കെ ഇട്ട് വലുപ്പമാക്കും. അതിൻ്റെ സൗണ്ടായി കേൾക്കുന്ന റോഡിൻ്റെ മെഷീൻ്റെ. നല്ല സൂപ്പർ ആക്കുന്നുണ്ട്, നല്ല റോഡാവുന്നുണ്ട്. ഉണ്ടോ? അതുകൊണ്ട് ഇതാ കിടക്കുന്ന വേസ്റ്റ് കണ്ടോ, ഇഷ്ടംപോലെ വേസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ്ടോ കൂടി കിടക്കുന്ന എല്ലായിടത്തും. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രശ്നമുണ്ട്. വേസ്റ്റ് അങ്ങനെ വണ്ടി വരില്ലെന്നേ വേസ്റ്റ് എടുക്കാൻ. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും
ഇങ്ങനെ കൂടി കിടന്നിട്ട് അതൊരു വല്ലാത്ത ബുദ്ധിമുട്ട്. ഈ റോഡ് പണി കഴിഞ്ഞാൽ മാത്രമേ റോഡിൽ കൂടെ വണ്ടി വരത്തുള്ളല്ലോ എടുക്കാൻ. അതുകൊണ്ട് ഇതിലെ കൂടെ വണ്ടി വിടാതിരിക്കാൻ വേണ്ടി റോഡ് പണിയുടെ ഒരാളാണ് അവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ഇവിടെയും കൂടി ഇനി റോഡ് പണി ടാറൊക്കെ ചെയ്യണം. ഇത്തിരി സ്ഥലത്തൂടെ ചെയ്താൽ മതി. ഇവിടം വരെ നമ്മുടെ റോഡ് ചെയ്തതാണ് കുറച്ച് സ്ഥലത്ത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്, ബാക്കിയുള്ള ചെയ്യാൻ. എന്നാണ്ടേ ലിയോസ് വന്ന് കിടക്കുന്നുണ്ടോ? ലിയോ, ഞാൻ എവിടെ നിൽക്കുന്ന അവിടെ എല്ലാം ഉണ്ട്. ലിയോ, എന്തുണ്ട്? സുഖമാണോ? സുഖമാണോ? വല കിട്ടുന്നുണ്ടോ ചക്കൻ? ലിയോ, പൊന്നി പൊന്നി, സുഖമാണോ? തണുപ്പൊക്കെ തുടങ്ങിയോ? ഇവിടെ ഇപ്പം മക്കളില്ല, മക്കളെ സ്കൂളിൽ പോയിരിക്കാം, വന്നില്ല. ഇത്രയുടെ കഴിയും വരാൻ. അപ്പോഴത്തേക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ലിയോസേ, ഇനി അവിടെ ഇരുന്നോളൂ. ഇതുണ്ടോ, ഞാൻ എവിടെ ഇരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് അവൻ ഇരിക്കത്തുള്ളൂ. നല്ലൊരു കൂട്ടാണ് സത്യം പറഞ്ഞ കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കാന്നുള്ള ഒരു വിചാരേ വരത്തില്ല. ചില സമയത്ത് ചേച്ചിയൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ ഈ ലിയോ ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ അവനുള്ളതുകൊണ്ട് നമുക്ക് ആരും ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ലതുപോലെ കാര്യങ്ങൾ പറയാം, എല്ലാം അവൻ ശ്രദ്ധിക്കും. നമ്മളൊന്ന് കരഞ്ഞാൽ അവന് സങ്കടമാണ്. ഇല്ല ലിയോ പൊന്നെ? ലിയോ, ലിയോ സുഖമാണോ? ആണോ? സുന്ദരനാണോ? ഉണ്ടോ, ചാടി കയറുക നമ്മുടെ മടിയിലോട്ട്. എന്താ വേണം? ഉറക്കം തീർന്നോ? ഈ റോഡ് പണിയുടെ സൗണ്ട് കാരണം അവന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്, ഞങ്ങളുടെ കുവൈറ്റ് മണിയാണ്. കുവൈറ്റ് ദിനാറ് പരിചയപ്പെടുത്താൻ നേരിച്ച് അറിയായിരിക്കും എല്ലാവർക്കും. ഇതാ ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ട്, കൂടിയത് 20 വേണ്ടേ. ക്യാമറ എടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. കൈക്ക് വിറയിലൊക്കെ ആയെന്ന് തോന്നുന്നു, വയസ്സായില്ലേ. കണ്ടോ, ഇതാണ് കുവൈറ്റിലെ ഏറ്റവും വലിയ പൈസ, 20 KD എന്ന് പറയും. പണ്ട് നമ്മുടെ കുവൈറ്റിൻ്റെ പൈസയ്ക്ക് ഇപ്പോഴാണ് ഇവിടെ KD എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ രൂപയായിരുന്നു. ഞാനിന്നാളെ മക്കളെ പഠിക്കുന്ന കേട്ടപ്പോഴാണ് നമ്മളിതൊക്കെ നോക്കിയത്. അപ്പം അതിനകത്ത് പറയുന്നുണ്ട്, പണ്ട് നമ്മുടെ ഇവിടെ രൂപയായിരുന്നു, എന്ന് ഇപ്പോഴാണ് KD ആയി, കുവൈറ്റ് KD എന്നൊക്കെ പറയുന്നത്. വേണ്ടേ, അത് കഴിഞ്ഞുള്ളത് 10, 20, അത് കഴിഞ്ഞ് നമ്മുടെ 10. ഇത് തിരിച്ചു വെച്ചാലും ഇങ്ങനെ 10-ൻ്റെനകത്തൊരു കിളിയൊക്കെയാണ്, പരന്താണോ എന്തോ. 20-നകത്ത് നമ്മുടെ കപ്പലോ ബോട്ടോ ഒക്കെ പോലത്തതൊക്കെ, മത്സ്യബന്ധനത്തിൻ്റെയൊക്കെ കാണിക്കുന്നു. അതിനകത്തുണ്ട് നല്ല, കണ്ടോ. അത് കഴിഞ്ഞ് നമുക്കുള്ളത് 5 KD. വേണ്ട, 5 KD. ഇതിൻ്റെ 2 വശവും 5 KD. പിന്നെ അത് കഴിഞ്ഞുള്ളത് 1 KD. നോട്ട് തിരിച്ചു വെച്ചിട്ട് കാണിക്കുക നിങ്ങളെ. 1 KD ഉണ്ടോ? കാണാവോ? 1 KD. അത് പള്ളിയുടെയൊക്കെ പടമുണ്ട്. 1 KD. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് 1/2 KD. 1/2 KD. ഉണ്ടോ? അതൊക്കെ നമ്മുടെ 1/4 KD. തലയും തിരിച്ചൊക്കെ വെച്ചാൽ നമ്മൾ കാണിക്കുന്നത് നിങ്ങളെ. കണ്ടോ, 1/4 KD. ആഹാ, നോട്ട് ചുരുണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ലായിരിക്കും. അതിൻ്റെ 1/4 KD. ഇത്രയേ ഉള്ളൂ നമ്മുടെ നോട്ടായിട്ട്.
കുവൈറ്റിലെ നോട്ടുകൾ. പിന്നെ ഇത് 100 പിൽസാണ്. കണ്ടോ, ഇത് 100 പിൽസിൻ്റെ. ഇത് 50 പിൽസ്. കുവൈറ്റിലെ മണി. പിന്നെ ഇതിൽ കുറഞ്ഞതൊക്കെ ഉണ്ട്, 20 പിൽസൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും എടുത്തില്ല. നമുക്ക് ഈ സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ പൈസയൊക്കെ വരുന്നതേ എന്ന് വെച്ചാൽ പിള്ളേർക്ക് പിന്നെ പള്ളിയിലെ വണ്ടി കൊടുക്കാൻ, ബസ്സിന് പിന്നെ മറ്റേ നമ്മുടെ വാടക കൊടുക്കാൻ, ട്യൂഷൻ ഫീസ് കൊടുക്കാൻ എല്ലാം ചേച്ചി എൻ്റെ പൈസ തരുന്ന സമയമാണിപ്പോൾ. 24, 25-നൊക്കെ ചേച്ചിക്ക് ശമ്പളം കിട്ടുന്നത്. പിന്നെ 1, 2-നുള്ളിൽ നമ്മളെല്ലാം കൊടുത്ത് തീർക്കണ്ടേ. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ വന്നത് ഇപ്പോഴാണ്. ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന്. എങ്ങനെ പരിചയപ്പെടുത്തിയാണ് വേണ്ടേ. ലിയോ കുഞ്ഞ് കിടക്കുന്നുണ്ടോ? ഇടയ്ക്ക് വന്ന് കിടക്കുക ലിയോ. ലിയോ, നീ ഇതിനിടയ്ക്ക് കയറി കിടക്കാതെ ഇങ്ങ് മാറും മോനെ. ബാ. നാട്ടിൽ ഇന്നലത്തെയാണെന്ന് തോന്നുന്നൊരു വാർത്ത കേട്ടിട്ട് ഞെട്ടിപ്പോയി. കായംകുളത്ത് ഒരു പ്രവാസിയായിരുന്ന അച്ഛൻ എന്ത് കഷ്ടപ്പെട്ടായിരിക്കും മക്കളെ വളർത്തി പഠിപ്പിച്ച് വക്കീലാക്കി വലിയ നിലയിലാക്കി. ഉള്ള മയക്കുമരുന്നും കഞ്ചാവും കള്ളുകൂടിയും കാരണം മക്കൾക്കൊന്നും ബോധവും ഇല്ല, പൊക്കണവും ഇല്ല. ഇനി വരുന്ന മക്കളപ്പോൾ എന്തായി മാറുമെന്നുള്ള ടെൻഷൻ. ഇതൊക്കെ കണ്ടു വളരുമല്ലേ. നമ്മുടെയൊക്കെ കാലത്ത് ഇതൊക്കെ കുറവായിരുന്നു. അപ്പം എന്നിട്ട് പിന്നെ വരും തലമുറ എങ്ങനെ കാണിക്കുമ്പോൾ ഇനിയുള്ള തലമുറ എങ്ങനെ ആവുമെന്ന് നമുക്കറിയത്തില്ലേ. ആ അച്ഛനെ അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ മക്കൾ? മരണപ്പെട്ടു പോയില്ലേ അച്ഛൻ. ആ മോന് ആ മോൻ്റെ ഭാര്യ എന്ന് പ്രസവിച്ച് പെൺകുഞ്ഞാന്ന് പറയുന്നു. ആ കുഞ്ഞൊക്കെ ഇനി എന്താ സങ്കടമായിരിക്കാം. ഇവിടുത്തെ അവൾ ഇറങ്ങിയോന്ന് നോക്കട്ടെ. കാണത്തില്ല. പെണ്ണ് ഏത് സമയം അകത്തിരിപ്പാണ്. റോഡ് പണിയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. പിന്നെ നാട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്കിവിടെ തണുപ്പൊക്കെ തുടങ്ങി അല്ലേ ലിയോ? ഡാ, നിനക്ക് തണുപ്പൊക്കെ തുടങ്ങിയോ? ഇല്ലേ? സുഖമാണോ? ഹാപ്പിയാണോ? ആഹാ. പിന്നെ ക്രിസ്മസ് ആയല്ലോ. നമുക്കൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ക്രിസ്മസ് ആയി. ക്രിസ്മസിൻ്റെ നോയമ്പാണ് ഞങ്ങൾക്കിവിടെ. മക്കളില്ല, മക്കളെ നോയമ്പൊന്നും പിടിക്കുന്നില്ല. അവന്മാർ ചിക്കനൊക്കെ കഴിക്കുന്നുണ്ട്. എനിക്കും ചേച്ചിക്കും നോയമ്പാണ്. ലിയോയ്ക്ക് നോയമ്പുണ്ടോ? ലിയോ ചിക്കൻ കഴിക്കാതിരിക്കാവോ? ചക്കര ഇരിക്കാവോടാ? ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ശരി, എന്നാൽ ബൈ. ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞങ്ങൾക്ക് 200 സബ്ബായി. അപ്പോൾ ആ സബ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. നിങ്ങൾ സബ് ചെയ്താൽ മാത്രം പോരാ, എൻ്റെ വീഡിയോകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയുക. ഏത് രീതിയിലുള്ള വീഡിയോ വേണമെന്ന് നിങ്ങൾ എന്നോട് പറയുക. അത് എന്നെക്കൊണ്ട് ഒക്കുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു നല്ലൊരു സഹകരണത്തോടെ പോകാനാണ് എനിക്ക് ആഗ്രഹം. ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഇങ്ങനെ നാട്ടിലെ ഈ പരിപാടിയൊക്കെ കാണുമ്പോൾ ഞാൻ മേടിക്കും, എൻ്റെ പൊന്നോ, മക്കളെയൊക്കെ വളർത്തുന്നതിനേക്കാൾ നല്ലത് ഇവനെ പോലെ ആളെ വളർത്തിക്കഴിഞ്ഞാൽ, ലിയോ കുട്ടനെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ എല്ലാ മക്കളും ഒരുപോലല്ല. എന്നാലും എനിക്ക് സങ്കടമാണ്, പേടിയായി മാറിയേക്കുക. അതുപോലെ ഓരോ മക്കൾ ഓരോ ആത്മഹത്യയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴും ഒക്കെ പേടി. ഒന്നിനും അതൊന്നും ഒരു പരിഹാരമല്ല മക്കളെ. എല്ലാത്തിനും നല്ല ഇതുണ്ട്. നമ്മളെല്ലാം പ്രയാസങ്ങളും തരണം ചെയ്തു പോകണം. നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്ക്, സഹകരിക്ക്, സ്നേഹിക്ക്, തമ്മിൽ സ്നേഹിക്ക്, മനസ്സറിഞ്ഞ് സ്നേഹിക്ക്. അമ്മയും അച്ഛനെയും മക്കളും സഹോദരങ്ങളും കൂടപ്പിറപ്പും പിന്നെ സുഹൃത്തുക്കളും എല്ലാവരോടും തുറന്ന് പറഞ്ഞ് സംസാരിക്ക്, മനസ്സ് തുറന്ന് സംസാരിക്ക്. ആരോടും പറയാനില്ലേ, നിങ്ങൾ ദൈവത്തോട് പറയ്, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തോട് നമ്മൾ എന്താവശ്യപ്പെട്ടാലും പ്രാർത്ഥിച്ചാലും നമ്മൾ കരഞ്ഞാലും വിഷമിച്ചാലും, നമ്മൾ ചിലപ്പോൾ ഒരു സുഹൃത്തിനോടൊരു കാര്യം പറഞ്ഞാൽ ആ സുഹൃത്ത് ചിലപ്പം നമ്മളെ ഒറ്റ കൊടുക്കും. പക്ഷെ ദൈവത്തോട് നമ്മൾ പറഞ്ഞാൽ മക്കളെ ആരോടും ദൈവം അത് ചെന്ന് പറയില്ല.
ദൈവത്തോട് പറഞ്ഞ് സമാധാനമായിട്ട് എല്ലാ മക്കളും നല്ല രീതിയിൽ പോകാൻ നോക്ക്. നിങ്ങൾ ഈ തലമുറ നല്ലതുപോലെ വളർന്നു വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം പുരോഗതി വരുത്തുള്ളൂ. നിങ്ങൾ ഈ കഞ്ചാവിനും മയക്കുമരുന്നും ഒന്നിനും അടിമപ്പെടാതെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വായോ. ശരി എന്നാൽ ബൈ ബൈ.